ഒരു നല്ല ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് 25,000 രൂപയോ അല്ല, 15,000 രൂപയല്ല, 20,000 രൂപയല്ല, 30,000 രൂപയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പെർഫോമൻസിൻ്റെ അകത്ത് ഒരു കോംപ്രമൈസും വരുത്താതെയും ബാറ്ററിക്കകത്ത് കോംപ്രമൈസ് വരുത്താതെയും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ ഫോണുകളുണ്ടാവും. അപ്പോൾ സെപ്റ്റംബർ മാസം 2023 സെപ്റ്റംബർ മാസം നിങ്ങൾ ഫോൺ വാങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിരിക്കേണ്ട കുറച്ച് ഫോണുകളുടെ ലിസ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഓരോ ഫോൺ പറഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തുള്ള പോരായ്മയും പറയുന്നുണ്ട്, നല്ല കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങളൊരു ഫോൺ വാങ്ങണോ വേണ്ടതെന്നുള്ളത്. ഏറ്റവും ആദ്യത്തെ എൻ്റെ ലിസ്റ്റിനകത്തുള്ളത് ഗൂഗിൾ പിക്സൽ 6a. നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് കുറച്ച് പഴകിയ ഫോണായിട്ടൊക്കെ തോന്നാം, പക്ഷേ ഗൂഗിൾ പിക്സൽ 6aക്ക് അത്യാവശ്യം നല്ല ഒരു റേറ്റിംഗ് എല്ലാ രീതിയിലും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 6GB റാം, 128GB ഇന്റർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. 6.14 ഇഞ്ചിന്റെ ഒരു OLED ഡിസ്പ്ലേ ആണ് വരുന്നത്, ഫുൾ HD+. 12 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, 12 മെഗാ പിക്സലിന്റെ സെക്കൻഡറി ക്യാമറ, 8 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ ആൻഡ് 4410 mAh ഒരു ബാറ്ററി, ഗൂഗിളിന്റെ ടെൻസർ പ്രോസസ്സർ. ഇങ്ങനെയാണ് ഇതിന്റെ സ്പെക്ക് വരുന്നത്. ഈ ഒരു ഫോൺ ആക്ച്വലി നല്ല ഫോട്ടോസ് എടുക്കേണ്ടവർക്കും ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ്, അതായത് ഫോൺ ഉപയോഗിക്കുന്ന എക്സ്പീരിയൻസ് വേണ്ടവർക്കും വേണ്ടിയിട്ടുള്ള ഫോണാണ്. ഇതൊരു ഗെയിം കളിക്കാനായിട്ട് ഫോൺ എടുക്കുന്ന ഒരാൾക്കുള്ളതല്ല. അതുമാത്രമല്ല, നിങ്ങൾ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റില്ല. ബട്ട് നല്ല ക്യാമറ, നല്ല ഫോട്ടോസ്, നല്ല വീഡിയോസ്, നല്ല സെൽഫീസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഫോണാണ് ഗൂഗിൾ പിക്സൽ 6a. സ്പെക്ക് കേൾക്കുന്ന സമയത്ത് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ഏറ്റവും വലിയ ഹൈലൈറ്റ് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള UI ആണ്. ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള UI ആണ്. ആവശ്യമില്ലാത്ത ചവർ ആപ്ലിക്കേഷൻസ് അതിനകത്ത് വരില്ല, ആവശ്യമില്ലാത്ത ആഡുകളൊന്നും വരില്ല. ഭയങ്കര സുഖമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ബെസ്റ്റ് വണ്ണാണ്. കാര്യം എന്ന് വെച്ചാൽ അവർ ഈ തപ്പിത്തടഞ്ഞ് ഓരോ ആപ്പിലൊക്കെ അറിയാണ്ട് പോയി ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ഒന്നും ആവില്ല. ഭയങ്കര ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്നാൽ നമ്മുടെ ഗൂഗിൾ പിക്സൽ 6aയ്ക്കും നല്ല കാര്യങ്ങളും ഉണ്ട്, മോശം കാര്യങ്ങളും ഉണ്ട്. നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഡിസൈൻ ആണ്, നല്ല ഫോം ഫാക്ടർ ആണ്, നമുക്കൊരു പ്രീമിയം ഫീൽ കയ്യിലെടുക്കുന്ന സമയത്ത് കിട്ടും. അതുപോലെ തന്നെ കിഡിലൻ ഡിസ്പ്ലേ ആണ്. ഒരു OLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര നല്ല ഡിസ്പ്ലേ ആണ്. പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ UI, അതായത് അതിനകത്തുള്ള ഇൻ്റർഫേസ് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഇൻ്റർഫേസ്. ഇനി കോൺസ് അല്ലെങ്കിൽ പോരായ്മകൾ നോക്കിക്കഴിഞ്ഞാൽ ചാർജർ ഈ ഫോണിൻ്റെ അകത്ത് വരുന്നില്ല. രണ്ടാമത്തത് 18 വാട്ട്സിന്റെ ചാർജർ ഭയങ്കര സ്ലോ ആണ്. ഡിസ്പ്ലേ 60 ഹെർട്സിൽ ക്യാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് കേപ്പബിൾ ആണ്, എന്നാലും അവർ 60 ഹെർട്സ് വരെ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ത്രോട്ട്ലിംഗ് ഇഷ്യൂ ഉണ്ട്. ത്രോട്ട്ലിംഗ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ, ഫോർ എക്സാമ്പിൾ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പിക്സൽ 6a നല്ലൊരു ഫോണാണ്, നല്ലൊരു ക്യാമറ ഫോണാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അടുത്ത എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ് മോട്ടോ എഡ്ജ് 40. ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തതാണ്. 29,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. 8GB റാം, 256GB ഇന്റർണൽ സ്റ്റോറേജ്, 6.5 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസറും 13 മെഗാ പിക്സലിന്റെ ഒരു സെക്കൻഡറി സെൻസറും 32 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. ഡയമൻസിറ്റി 8020 ആണ് ഇതിനകത്ത് വരുന്ന പ്രോസസ്സർ. ആൻഡ് വീഗൻ ലെതറിന്റെ ഒരു കോട്ടിങ് കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം 144 ഹെർട്സ് ആണ് ഇതിന്റെ റിഫ്രഷ് റേറ്റ്. അപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉള്ള ഗെയിമുകളൊക്കെ അല്ലെങ്കിൽ മൊബൈൽ ഗെയിമുകളൊക്കെ 144 ഹെർട്സ് സപ്പോർട്ട് കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഇതുവരെ അധികമൊന്നും ഇറങ്ങിയിട്ടില്ല. എന്നാലും ഇൻ കേസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഏതെങ്കിലുമൊക്കെ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മോട്ടോ എഡ്ജ് 40യുടെ പോരായ്മകൾ നല്ല കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം ഇതിനകത്ത് നല്ലൊരു ഡിസൈൻ ഉണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഡിസ്പ്ലേ ഉണ്ട്. അതിൻ്റെ റിഫ്രഷ് റേറ്റ് എടുത്ത് പറയേണ്ടതാണ്. ക്ലീൻ ആയിട്ടുള്ള UI ആണ്. നമ്മൾ പിക്സലിൽ കണ്ടതുപോലെ തന്നെ ബ്ലോട്ട് വെയർസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള UI. IP68 സർട്ടിഫിക്കേഷനും ഈ ഒരു ഫോണിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് നല്ല കാര്യം. ഈ ഒരു ബഡ്ജറ്റ്, അതായത് 30,000 എന്ന് പറഞ്ഞ ബഡ്ജറ്റ് നോക്കുന്ന സമയത്ത് അത് കുറച്ചൊരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പോരായ്മകൾ നോക്കിക്കഴിഞ്ഞാൽ ഹീറ്റിംഗ് ആണ് മേജർ ആയിട്ടുള്ളൊരു ഇഷ്യൂ. രണ്ടാമത്തെ കാര്യം ബാറ്ററി ലൈഫ് കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ. ഹീറ്റിംഗ് ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില ടാസ്കുകൾ, അത് എല്ലാ ടാസ്കുകളും അല്ല, ചില സമയത്ത് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റീല് കാണുന്ന സമയത്തും ഗെയിമുകൾ കളിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. നിങ്ങളിപ്പോൾ ഗെയിമൊന്നും കളിക്കാറില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, യു ക്യാൻ ചൂസ് ദിസ്. നമ്മുടെ മൂന്നാമത്തെ ഫോണ് നത്തിങ് ഫോൺ 1. നത്തിങ് ഫോൺ 1 ലോഞ്ച് ചെയ്തപ്പോൾ 35,000 രൂപ എന്തോ ആയിരുന്നു. ഇപ്പോൾ അത് 29,999 രൂപ വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നത്തിങ് ഫോൺ 2 ഇറങ്ങിയതുകൊണ്ട് 8GB റാം, 128GB ഇന്റർണൽ സ്റ്റോറേജ്, 6.55 ഇഞ്ചിന്റെ ഒരു 120 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള OLED ഡിസ്പ്ലേ, 50 മെഗാ പിക്സൽ പ്ലസ് 50 മെഗാ പിക്സൽ റിയർ ക്യാമറ, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, ഗ്ലിഫ് ഇന്റർഫേസ്, അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 778G+ ആണ് ഇതിനകത്ത് വരുന്ന പ്രോസസ്സർ. 778G എനിക്ക് തോന്നുന്നു നവംബർ മാസം
മാസം 2022 നവംബറിൽ ലോഞ്ച് ചെയ്തു. അതിനുശേഷം ലോഞ്ച് ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 7 സീരീസിലുള്ള ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 778G+. അത്യാവശ്യം നല്ല പെർഫോമൻസ് കേപ്പബിലിറ്റി ഉള്ള ഒരു പ്രോസസ്സറും കൂടിയാണിത്. നല്ല കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. ഒന്നാമത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയെന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തു. രണ്ടാമത്തത് നല്ല ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രൈമറി ക്യാമറ ഭയങ്കര കേപ്പബിലിറ്റി ഉള്ളതാണ്. അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും, വീഡിയോസും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ വയർലെസ് ചാർജിങ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 30,000 രൂപ എന്ന് പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റ് നോക്കുമ്പോൾ വയർലെസ് ചാർജിങ് എന്ന പ്രീമിയം ഫീച്ചർ വരുന്ന ഒരു ഫോണും കൂടിയാണ്. പോരായ്മകൾ നോക്കിക്കഴിഞ്ഞാൽ ചാർജർ വെട്ടിക്കത്തില്ല. ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഭയങ്കര ശോകമാണ്. കുറച്ചുകൂടി ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. പിന്നീട് ഇത് കയ്യിൽ വെക്കുന്ന സമയത്ത് വെറ്റ് ഹാൻഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈ ഭയങ്കരമായിട്ട് വിയർക്കും എന്നുണ്ടെങ്കിൽ ഇച്ചിരി പ്രയാസമാണ് ഉപയോഗിക്കാൻ. നമ്മുടെ നാലാമത്തെ ഫോണ് പോക്കോ F5 5G. അപ്പോൾ എനിക്കിവിടെ അറിയേണ്ടത് എത്ര പേര് സ്റ്റിൽ പോക്കോ ഫാൻസ് ആണ്, എത്ര പേര് സ്റ്റിൽ പോക്കോ ഫാൻസ് അല്ല എന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പോക്കോ F5 5G നോക്കിക്കഴിഞ്ഞാൽ 27,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 8GB RAM, 256GB ഇൻ്റർണൽ സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ്. 1000 nits ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. പ്രോസസ്സർ നോക്കിക്കഴിഞ്ഞാൽ ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ 7+ Gen 2 ആണ്. ക്യാമറ നോക്കുന്ന സമയത്ത് 64 മെഗാപിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എനേബിൾഡ് ആയിട്ടുള്ള ഒരു പ്രൈമറി സെൻസറും 8 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 16 മെഗാപിക്സൽ ആണ് ഫ്രണ്ട് ക്യാമറ. ബാറ്ററി നോക്കുന്ന സമയത്ത് 5000 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. ഈ ഒരു ഫോണ് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വൈസ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പെർഫോമൻസ് ആണ് നിങ്ങൾ അൾട്ടിമേറ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എനേബിൾഡ് ആയിട്ടുള്ള ഒരു പ്രൈമറി സെൻസർ ഉണ്ട്. സോ കുറച്ചുകൂടി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ ആയിരിക്കും. പോക്കോ F5 5Gയുടെ പ്രോസ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറയേണ്ടത്, ഞാൻ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്ന എല്ലാ ഫോണും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫോണാണ് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് പവർ അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ഉള്ളത്. നിങ്ങളിപ്പോൾ ഗെയിമിംഗ് ആണ് നിങ്ങൾ അൾട്ടിമേറ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും സ്ട്രൈറ്റ് ആയിട്ട് നോക്കുക. അതുമാത്രമല്ല നല്ല ബാറ്ററി ലൈഫും ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഭയങ്കര നൈസാണ്. കുറച്ച് നമ്മൾ ഗെയിമുകൾ കളിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടാവും. കോൺസ് അല്ലെങ്കിൽ പോരായ്മ നോക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം UI. അതാണ് എൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ബ്ലോട്ട് വെയേഴ്സ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദീസ് ബെസ്റ്റ് പെർഫോമിങ് ഫോൺ എവർ അല്ലെങ്കിൽ ഫോൺ. ഇനി നിങ്ങൾക്ക് 30,000 രൂപയ്ക്കകത്ത് കുറച്ച് ബഡ്ജറ്റ് ഇച്ചിരി, അതായത് ഒരു 5000 രൂപ ഇടാനുണ്ടെങ്കിൽ ഒരു കിടിലം ഫോണുണ്ട്. iQOO Neo 7 Pro. iQOO Neo 7 Pro 5G നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആണ് ഇതിനകത്ത് വരുന്ന പ്രോസസ്സർ. 8GB RAM, 128GB ഇൻ്റർണൽ സ്റ്റോറേജ്, 5000 mAh ബാറ്ററി, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫൺ ടച്ച് ചോയ്സ് ആണ് വരുന്നത്, Android 13 ബേസ് ചെയ്തിട്ടുള്ളത്. ക്യാമറ നോക്കുന്ന സമയത്ത് 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോയും 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എനേബിൾഡ് ആയിട്ടുള്ള ഒരു ക്യാമറയും കൂടിയാണിത്. ഞാൻ പറയും നിങ്ങൾക്കൊരു 5000 രൂപ കൂടുതലാണെന്ന് എനിക്കറിയാം. ഒരു 5000 രൂപയും കൂടി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വെർത്ത് കൂടിയ കുറച്ചുകൂടി നല്ല ഫോൺ കിട്ടും. ഇതേപോലെ തന്നെയാണ് നമുക്ക് OnePlus Nord 3 നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. OnePlus Nord 3 കുഴപ്പമില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്ത് വരികയാണ്. കുറച്ച് നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള പണിയൊക്കെ ചെയ്യിപ്പിച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിവ്യൂ ഉടനെ വരും. അപ്പോൾ ഇത്രയാണ് നമുക്ക് 30,000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് സെപ്റ്റംബർ മാസം വാങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറേ ഫോണുകൾ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളൊരു ഫോൺ വാങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനും കൂടി റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ.